ഇന്നിപ്പോൾ തിയേറ്ററിൽ ഓടുന്ന പടങ്ങളിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ് ബെഥലഹേം കുടുംബ യൂണിറ്റ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ പടത്തിൻ്റെ മേക്കിംഗ്, സ്ക്രിപ്റ്റ്, അഭിനയം ഇതൊക്കെ ഭയങ്കര നാച്ചുറലാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ ഓണം എന്ന് പറയുമ്പം പൊതുവെ മലയാളിക്കൊരു വീക്ക്നെസ് ഉണ്ട്. ഇങ്ങനത്തെ പടങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ സത്യനന്ദിക്കാടിൻ്റെ പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന 90s ഈ ഓണം ടൈമിലൊക്കെയാണ്. ആ സമയത്ത് പൊതുവെ ആരും ഈ ആക്ഷൻ ഇൻവെസ്റ്റിഗേഷനൊന്നും പ്രിഫറൻസ് കൊടുക്കത്തില്ല. ഇങ്ങനൊരു മൂവി ഉള്ളപ്പോൾ കുടുംബമായിട്ടിരുന്ന് ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഗെറ്റ് ടുഗദറാണ്. ആ സമയങ്ങളിൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്, ചിരിക്കുക, ഓഫ് ഡേയ്സ് അല്ലേ, അതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി ഗിരീഷ് ഇറക്കിയ പടം അത്യാവശ്യം നല്ല റേറ്റിങ്ങിലാണ് പടം ഓടുന്നത്, നല്ല ബുക്കിങ്ങുമാണ്. മറ്റു പടങ്ങൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഇറക്കുന്ന സമയത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലില്ല, ഈ ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടമായിട്ട് വരലില്ല. അതുപോലെ ഓണം നടക്കുന്ന സമയത്ത് നമ്മൾ ഓണത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇറക്കണം. അത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചിലവർക്കുണ്ട് അതിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ട്, അവർക്ക് തോന്നുന്ന സമയത്ത് ഇറക്കും, ചിലപ്പം വിജയിക്കും. മലയാളത്തിൽ എന്താണേലും ഇങ്ങനെയുള്ള പടങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഫെസ്റ്റിവൽ ടൈം, അതാണ് ഫെസ്റ്റിവൽ മൂവീസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പല കസിൻസിനോടൊക്കെ ചോദിച്ചപ്പം അവർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ട് ഈ പടം കാണാൻ പോവുകയാണ്. കാരണം ഇപ്പോഴാണ് അവർ ഫ്രീ കിട്ടിയത്, അവധിയുണ്ട്. അപ്പം കസിൻസ്, അവരുടെ ഫ്രണ്ട്സ്, ഇവരുടെ ഒരു ഗെറ്റ് ടുഗദർ, തിയേറ്ററോട്ട് പാടി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ വെച്ച് തിയേറ്ററിൽ ഇരുന്ന് പടം കാണുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയുക, ഫ്യൂച്ചർ പ്ലാനുകളെക്കുറിച്ച് സംസാരിക്കുക, മാരേജിനെക്കുറിച്ച് സംസാരിക്കുക, ആഫ്റ്റർ മാരേജ് കാര്യങ്ങൾ സംസാരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പോകും. ഓണം ശരിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെയൊക്കെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് മൈൻഡ്, ഇത് കണ്ടേക്കാം, എംബോൾഡല്ലേ കണ്ടേക്കാം, ആ ഒരു മൈൻഡ് കിട്ടുന്ന രീതിയിലാണ് എൻ്റെ പോസ്റ്റേഴ്സ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, എൻ്റെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അവിടെ എവിടെയെല്ലാം ഒരു സങ്കടമോ വിഷമോ ഒന്നും അവർ പ്ലേസ് ചെയ്തിട്ടില്ല. അത് ജനങ്ങളോട് മുമ്പോട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പടം തന്നെയാണ്, ആ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്ത്. ഇപ്പം ജഗജഗ. എനിക്ക് പടത്തിൻ്റെ കാസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരൻ, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ചേട്ടൻ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും, എവിടെയെല്ലാം പോകുമ്പോഴും ചേട്ടാ നമുക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുമ്പം എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്ത് നിൽക്കുന്ന ചേട്ടന്മാർ, അവരുടെ ഒരു മനസ്സ് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും ചെയ്യുന്നുള്ള, നമുക്കൊക്കെ അനുഭവം ഉള്ളവർക്ക് അതറിയാം. നാട്ടിൽ റോണാമ്പോട്ടപ്പായിട്ടുള്ള ജീവിച്ചു പോയവർക്കറിയാം. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളത് നിങ്ങളോട്. ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി, ഓണത്തിന് പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു മൂവി. പറ്റുമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് അല്ല ഫ്രണ്ട്സായിട്ട് പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. പിന്നെ ഹാപ്പി ഓണം.